ജിദ്ദയിൽ നിന്നും അഷ്റഫാണ്. സൗദി അറേബ്യയിലുള്ളവരെ ഇപ്പോൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. അതെന്താണ് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഞങ്ങൾ 2-3 പേര് വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഒരാൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേരളക്കാരാണോ? നമ്മൾ പറഞ്ഞു കേരളക്കാരാണ്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞ് 20 വർഷമായവരുണ്ട്, 10 ആയവരുണ്ട്, 15 ആയവരൊക്കെ ഉണ്ട്. ഒരു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല. എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, നിങ്ങളൊരു ഫിലിം ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു എന്താണ് ആ ഫിലിം? ആടുജീവിതമാണ്, ഗുഡ് ലൈഫ്. അപ്പോൾ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ന് എല്ലാവരുടെ മുന്നിലും ചർച്ചാ വിഷയമാണ്. പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന 3 ലക്ഷത്തിലേറെ ആൾക്കാരുള്ള ആ രാജ്യത്തിന് വേണ്ടി, ആ രാജ്യത്ത് ഞങ്ങൾ നിന്ന് ജോലി ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ പലതും ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ആ നാട്ടിനെതിരെ അത് ഏത് വേഷത്തിൽ അഭിനയിക്കട്ടെ, ഒരു നാട്ടിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ സിനിമ അഭിനയിച്ചു, സംവിധായകൻ കായിയാക്കി, നിർമ്മാതാവ് കായിയാക്കി, ഇതേപോലെ നജീവൊക്കെ പൈസ ഉണ്ടാക്കി, പൃഥ്വിരാജ് പൈസ ഉണ്ടാക്കി, അവരൊക്കെ പൈസ ഉണ്ടാക്കി. അതിനുവേണ്ടി സൗദിയായി അഭിനയിച്ച ഒമാനി പൗരൻ മാപ്പ് പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനിതൊന്നും അറിയില്ലായിരുന്നു, ഞാനിതൊന്നും കഥയൊന്നും വായിച്ചിട്ടുണ്ടായിട്ടില്ല, ഞാൻ അഭിനയിച്ചതാണ്. അവർ മാപ്പ് പറഞ്ഞു. ഇന്ന് സൗദി അറേബ്യയിൽ നിൽക്കുന്നവരോട് ചില സ്ഥലങ്ങളിൽ അവർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് എല്ലാ അഭയങ്ങളും തന്നിട്ട് നിങ്ങളെന്തേ അതൊന്നും പറയാതെ കണ്ട് നിങ്ങളൊരു സിനിമയിൽ ആരെങ്കിലും ഒരാൾ ചെയ്തെന്ന് വെച്ചിട്ട് ഒരു രാജ്യത്തെ മൊത്തം കുറ്റപ്പെടുത്തിയിട്ട് ഒരു ഫിലിം ഉണ്ടാക്കുകയല്ല വേണ്ടത്. അത് ദുൽമാണ്, അത് അയ്ബാണ്, അത് ഫിത്നയാണ്. 2 രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഫിത്ന ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പാകിസ്ഥാനികളും മറ്റുള്ള രാജ്യക്കാരൊക്കെ പലതും പറയുന്നുണ്ട്, നിങ്ങളത് ചെയ്ത തെറ്റാണ്, അവരെന്നാൽ ഇത്രയും സ്ഥാപനങ്ങളും ബിസിനസ്സൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അവരങ്ങനെയാണെങ്കിൽ തിരിച്ചു പോട്ടെ എന്ന് പോലും പാകിസ്ഥാൻ പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരുന്നില്ല. നജീബ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അനുഭവിച്ച കഥകൾ നിങ്ങൾ എഴുതി ഫിലിം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളുടെ നാട്ടിലുള്ളവർ, നമ്മുടെ ഇന്ത്യക്കാർ അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇത് സംഭവിക്കുമോ, എന്തെങ്കിലും ബാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, പടം ഇറങ്ങി, ഏതായാലും ഓടേണ്ടത് ഓടി. നിങ്ങളോടൊക്കെ പറയുന്നത്, ഇവിടെയുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്ന അവർക്കൊന്നും വരാതിരിക്കട്ടെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.